ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ലാസ്റ്റ് എപ്പിസോഡിൽ ക്വിൻഷിയും ഹീറോയും ഇരുന്ന് സംസാരിക്കുന്നതോടെയായിരുന്നു അവസാനിച്ചിരുന്നത്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടുന്ന് തന്നെയാ. ക്വിൻഷി, എനിക്ക് ഒരു കാര്യോട് പറയാനുണ്ട്. ഞാൻ ഇനി എന്റെ വീട്ടിലേക്ക് പോവില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞാലും നമ്മുടെ റിലേഷൻ ഫേക്ക് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അത് ചെക്ക് ചെയ്യണമെന്ന്. നാളെ ഇവിടേക്ക് അമ്മ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയാ. ഇത് കേട്ടതും വെള്ളം കിടിച്ചോണ്ടിരുന്ന ഹീറോയിൻ വിക്കിപ്പോയി. ശരിക്കും അമ്മ നല്ല ടഫ് തരുന്നുണ്ട്. എന്റെ മനസ്സ് പറയുന്നത് അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്ന നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. അമ്മ വന്ന് നോക്കുമ്പോ നമ്മൾ രണ്ട് മുറിയിലാണെന്നൊക്കെ പറഞ്ഞ കള്ളത്തരവൊക്കെ പൊളിയാനായിട്ട് ചാൻസ് ഉണ്ട്. സാരമില്ല, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയാ. എന്താ ഐഡിയ എന്ന് ചോദിച്ചാ അത് പറയുന്നതിന് മുമ്പ് പാത്രം കഴുകിയാ പറയാന്ന് പറഞ്ഞ് പാവം നമ്മുടെ ഹീറോനെ ഇട്ട് പാത്രം കഴിപ്പിക്കുക. നെക്സ്റ്റ് ഡേ അമ്മ പറഞ്ഞതുപോലെ ആ ടൈമിലെത്തി. ക്വിൻഷി അത്രയും പൊക്കഞ്ഞാലോചിച്ചെടുത്ത തീരുമാനം എന്താന്ന് വെച്ചാൽ അമ്മ വരുമ്പോ നൈസായിട്ട് മുങ്ങാന്നുള്ളതാ. ക്വിൻഷി എവിടെയെന്ന് ചോദിച്ചാ ഇന്ന് അവൾക്ക് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ ഇവിടെ ഇല്ല. എന്തോ എമർജൻസി കേസ് എന്നാ പറഞ്ഞതെന്ന് പറയാ. എന്ത് ഞായറാഴ്ച പോലും വീട്ടിലിരിക്കാതെ വർക്കിന് പോവെന്ന് ചോദിച്ച് അമ്മയുടെ മുഖം ഒന്ന് ചെറുതായിട്ട് കറുത്തു. ആക്ച്വലി ക്വിൻഷിക്ക് വർക്കൊന്നുമില്ല, നേരെ വന്നിരിക്കുന്നത് നാത്തൂന്റെ വീട്ടിലേക്കാ. ഊഫെ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിലെന്ന് നീ റിലേഷന്റെ കാര്യം പറയാത്തത്? അമ്മയോട് ഇപ്പോഴെല്ലാം പറയണ്ടെന്ന് ചോദിക്കുക. ഉടനെ ക്വിൻഷിയും അതിന്റെ ആവശ്യമില്ല, ഞാൻ ഏതെങ്കിലും ആമ്പിള്ളാരോട് മിണ്ടിന്ന് പറഞ്ഞാലേ അമ്മക്ക് ടെൻഷനാ. ജയ്യുമായിട്ടുള്ള റിലേഷൻ ബ്രേക്കപ്പ് ആയതിന് 3 ദിവസമായിരുന്നു അമ്മ കരഞ്ഞത്. വെറുതെ ഇതോട് പറഞ്ഞ് കൂടുതൽ ടെൻഷൻ ആക്കുന്ന എന്തിനാ? അതൊക്കെ ടൈം ആവട്ടെ എന്ന് പറയാ. ഇവിടെ ഹീറോ ആണെങ്കിൽ അമ്മയുടെ ഓരോ ക്വസ്റ്റ്യനും ചോദ്യം ചോദിച്ചോണ്ടേ ഇരിക്കുക. അമ്മ വീട് മുഴുവനും സെർച്ച് ചെയ്യുന്നുണ്ട്. ഓരോന്നും ക്ലീൻ ആണോ, എങ്ങനെയൊക്കെയാണ് അടുക്കി പറക്കി വെച്ചേക്കുന്നത് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ക്വിൻഷിയുടെ റൂമിലേക്ക് വന്ന അവിടെ ഹീറോയുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അത് കണ്ട ഉടനെ നിങ്ങൾ രണ്ടും ഒരുമിച്ചാണോ കിടക്കുന്നതെന്ന് ചോദിക്കുക. അല്ലമ്മേ, ക്വിൻഷി മിക്കവാറും നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഡേയില് ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ട് ഞങ്ങളുടെ മാരേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വെള്ളം എടുക്കാനായിട്ട് ഹീറോ പോവാണ്. ആ ടൈമില് അമ്മ കൂടുതലായിട്ട് മുറി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കണ്ടു. അത് കണ്ടതും ഇത്രയും നേരം മോൻ പറഞ്ഞ കാര്യമൊക്കെ നുണയാണെന്ന് കരുതി അമ്മ വന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റെന്നറിയോ? നിങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റാണ്, നീ എന്റെ മുഖത്തേക്ക് മേലെ നോക്കിക്കലെന്ന് പറഞ്ഞ് അമ്മ രണ്ട് തല്ലിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നതേ ഇല്ല. അമ്മ എന്തിനാ ദേഷ്യപ്പെട്ട് പോകുന്നതെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് പാവം. ഇവിടെ ക്വിൻഷി വൂഫയടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്റെ ചേട്ടൻ പറ്റിച്ചിട്ട് പോകുന്നതിനൊന്നും ഒരു സങ്കടവും ഇല്ലേ? ഡിവോഴ്സ് ആയാലും വിഷയമില്ലെന്ന് ചോദിക്കുക. വൂഫെ ധൃതി പിടിച്ച് എവിടേക്ക് പോകാനായിട്ട് റെഡിയാകാണ്. ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ അടുത്ത് ജോലിയുണ്ട്, പൈസയുണ്ട്. നിന്റെ ചേട്ടനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല, പോയില്ലേലും ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും വലിയതായിട്ട് ബോധർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും വൂഫി ഇപ്പൊ കാണാനായിട്ട് വന്നിരിക്കുന്നത് ചേട്ടൻ ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ നടപ്പില്ലേ, ആ പെണ്ണിനെയാണ്. അവരും ചേട്ടത്തിയമ്മനെ കണ്ടിരുന്നേ, നിങ്ങളുടെ ഹസ്ബൻഡ് എന്റെ കൂടെയാണുള്ളത്, ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ വെറുതെ താമസിക്കുന്നേ ഉള്ളൂ. അതുമല്ല നിങ്ങളുടെ ഹസ്ബൻഡ് എന്റെ കൂടെ വന്ന് താമസിക്കുന്നത് വളരെ മോശമല്ലേ, നിങ്ങൾ തന്നെ വീണ്ടും വിളിച്ചോണ്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലവരായിട്ട് സംസാരിക്കുക. ഇവളുടെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലായി. ഒരുപാട് ആക്ടിംഗ് ഒന്നും എടുക്കാതെ വിഷയത്തിലേക്ക് വരാൻ പറയാ. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. 10 ലക്ഷം രൂപ തന്ന നിങ്ങളുടെ ഹസ്ബൻഡിനെ വിട്ടുതരാന്ന് പറയാ. അത് കേട്ട ഉടനെ ചേട്ടത്തേമ്മേ, 10 ലക്ഷം രൂപയോ? അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 10 പൈസയുടെ ഉപയോഗം ഇല്ല. പിന്നെ ആ തലയ്ക്ക് വേണ്ടി ഞാൻ 10 ലക്ഷം രൂപ തരണോ? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വിട്ടാ മതി എന്ന് പറയാ. അതോടെ കേട്ടപ്പോ ആ പെണ്ണ് ഇത്തിരി ഭീഷണി സ്വരം ഉയർത്തി. പക്ഷെ അതൊന്നും നമ്മുടെ ചേട്ടത്തിയമ്മയുടെ മേത്തെ ഏക്കത്തേ ഇല്ല. കറക്റ്റ് ആ ടൈമില് അവിടേക്ക് ക്വിൻഷി വരിക. ക്വിൻഷി വന്ന് കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ നിരത്തി വെച്ചിട്ട് ഓൾറെഡി മാരേജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെ നീ നിന്റെ കൈവശം വെച്ചേക്കുന്നത് എത്രമാത്രം തെറ്റാണെന്നും കുറ്റകൃത്യമാണെന്നും നിനക്കറിയാവോ? ജയിലിൽ കിടന്ന് ഉണ്ട കഴിക്കേണ്ടി വരും. അവിടേക്ക് അതായിരിക്കും. എന്തായാലും നമ്മുടെ ജയിലിന്റെ അത്രയൊന്നും നല്ല ഫുഡ് ആയിരിക്കില്ല. ക്വിൻഷി ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞപ്പോ പുള്ളിക്കാരി ശരിക്കും അങ്ങ് പേടിച്ചു. എന്നിട്ട് ചേട്ടത്തിയമ്മ ക്വിൻഷിയുടെ കയ്യിൽ മാസമായിട്ട് കുറച്ച് പൈസ മേടിച്ച്, നീ പൈസ അല്ലേ ചോദിച്ചത്, ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞ് 2 അടിയും കൊടുത്ത് ആ പൈസ മുഖത്തേക്ക് വലിച്ചെറിയ. ആ പുള്ളിക്കാരിയാണെങ്കിലോ ശരിക്കും കലിപ്പില്ല. ആ കലിപ്പ് മുഴുവനും വീട്ടിലിരിക്കുന്ന ചേട്ടന്റെ മേലിൽ വന്നാ തീർക്കുന്നത്. 2 അടി ഓടിച്ചിട്ട് മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം. നിന്നെ പോലുള്ള ദണ്ഡച്ചേറുകളൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. പൈസയില്ല, ഒരു ഗുണവും ഇല്ല. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എന്തിനാ ഞാൻ പോറ്റുന്നത്? ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണമെന്ന് പറയാ. ഇതെല്ലാം കേൾക്കുന്ന ചേട്ടന് ശരിക്കും ഷോക്കായി. ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ദിവ്യ പ്രണയമാണെന്ന്. അപ്പൊ നീ എന്നെ പൈസക്ക് വേണ്ടിയായിരുന്നല്ലേ ഇത്ര നാളും സ്നേഹിച്ചിരുന്നത്? സ്നേഹിച്ചതല്ല, അഭിനയിച്ചിരുന്നത്. പൈസയൊന്നും ഇപ്പൊ നിന്റെ ഇല്ലല്ലോ, മര്യാദക്ക് ഇവിടുന്ന് പൊക്കോളാൻ പറയാ. ഉടനെ ചേട്ടനും, എങ്കിൽ എനിക്ക് പോകാനുള്ള വണ്ടിക്കൂലി
ആണെങ്കിലും എന്താന്ന് പറയാ. അത് ചോദിച്ച ഉടനെ ചേട്ടത്തിയമ്മ കൊടുത്തതുപോലെ 2 തല്ലും കൊടുത്ത് ആ പൈസ എങ്ങോട്ടേക്ക് വലിച്ചെറിയ. ഇവിടെ തല്ലു മേടിച്ച കഥയൊക്കെ ചേട്ടൻ വന്ന് അമ്മയോട് പറഞ്ഞോണ്ടിരിക്കുക. അമ്മയും നിനക്ക് 2 കൂടുതൽ കിട്ടേണ്ടതായിരുന്നു എന്നാ പറയുന്നത്. ഇല്ലമ്മേ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്നാ തോന്നുന്നത്. എല്ലായിടത്തുനിന്നും എനിക്ക് അടി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടേക്ക് ചേട്ടത്തിയമ്മ വരുന്നുണ്ട്. വന്നതും ചേട്ടൻ കുറച്ചുകൂടെ ആക്ടിങ് കൂട്ടി. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ നിന്നെ വിട്ടു പോകുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നോട് ഒരു പ്രാവശ്യമോട് ക്ഷമിക്കും, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, നല്ല കുട്ടിയായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പാവൻ ചേട്ടത്തിയമ്മ തോല ഹൃദയ സത്യത്തിൽ ഒന്ന് കെഞ്ചി പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി അലിഞ്ഞു. ചേട്ടനെ നേരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. ക്വിൻഷി എന്നും രാവിലെ 10 മണി വരെ കിടന്നുറങ്ങും. എന്നാൽ ഹീറോ ആണെങ്കിൽ പ്രോപ്പറായിട്ട് രാവിലെ എഴുന്നേറ്റ് കുക്കൊക്കെ ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി എല്ലാ കാര്യങ്ങളും പക്കായിട്ട് ചെയ്തേക്കും. ക്വിൻഷി വെപ്രളപ്പെട്ട് എഴുന്നേറ്റ് അയ്യോ ഓഫീസിൽ പോകാൻ ടൈം പോയെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോകുന്നത്. പക്ഷെ ഹീറോ ഓൾറെഡി ലഞ്ച് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവക്ക് കുടിക്കാനുള്ള കോഫി വരെ കയ്യിലെടുത്ത് കൊടുക്കും. സോ സ്വീറ്റ്. ശരിക്കും നീ ഇവിടുന്ന് പോവോ? പോവാതിരുന്നാൽ നന്നായിരുന്നു എന്ന് ക്വിൻഷിക്ക് ഇപ്പൊ ഉണ്ട്. ഹീറോയെ ഉടനെ ഞാൻ അപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ട്, കിട്ടിയ ഉടനെ പോകും. ക്വിൻഷി വൈകിട്ട് ഒരുമിച്ച് ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുക. ഹീറോ കാഷ്വൽ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ക്വിൻഷിക്ക് ഇത് ഇത്തിരി സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് നേരെ ഓഫീസിലേക്ക് വന്ന ലിഡായെ കണ്ടപ്പോഴേ ഇതെന്താ കോഫി കപ്പ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചാ എന്ത് ചെയ്യാനാ, എന്റെ ഹസ്ബൻഡ് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് കോഫി തന്നു വിട്ടേക്കുന്നതാ. നീ മാരേജ് ചെയ്യാത്തോണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് കാണില്ലല്ലേ എന്ന് പറഞ്ഞ് 2 കുത്തും കോമയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് 2 പേരെയും വിളിച്ചോണ്ട് വന്നിരിക്കുക. ഇത് എന്തിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണെന്ന് വെച്ചാൽ ലാനും ഡംകിനും മുഖമൊക്കെ മറിച്ച് ഇവരെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ കേസ് എടുത്ത് ബാധിക്കണമെന്ന് പറയാനായിട്ട്. ഹീറോ ഇവിടെ ഒരാളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. ലാനിന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഇയാൾക്കും ഹീറോ ഉപദേശം കൊടുത്തിരുന്നു. എന്നാൽ അത് കേൾക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ലോസ് ആയി. അതുകൊണ്ട് വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കാണ്. ഹീറോ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയതും പയറുമണി പോലെ പുള്ളിക്കാരൻ എഴുന്നേറ്റിരിക്കുക. സത്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല, നീ പറഞ്ഞോണ്ട് ഞാൻ പകുതിമുക്ക പൈസ ഇൻവെസ്റ്റ് ചെയ്തത് തിരിച്ചെടുത്തിരുന്നു. എന്നാൽ എനിക്കിപ്പോ 10 ലക്ഷം രൂപ മാത്രമേ നഷ്ടമുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യത്തിൽ ഇവിടെ വന്ന് കിടക്കുന്നത് എന്റെ മരുമകളും മകനും എന്നെ ഒന്ന് കാണാൻ വരാനായിട്ടാ. എനിക്ക് വയ്യെന്നറിഞ്ഞാലെങ്കിലും അവർ എന്റെ അടുത്ത് വരുമല്ലോ. അതിനുവേണ്ടി ഞാൻ വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഡ്രാമയാണിത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ടപ്പോ ഹീറോയ്ക്കും ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട്. മോനെ കാണാനായിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലെ. ഇവിടെ ക്വിൻഷിക്ക് ഓഫീസിൽ അവളുടെ കേസിനെ പറ്റി പഠിച്ചോണ്ടിരിക്കുകയാണ്. ബോസും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ലോ കമ്പനി ചൂസ് ചെയ്തത്, ഇവിടെ ഒരുപാടുണ്ടല്ലോ എന്ന്. ആക്ച്വലി മറ്റെല്ലാ കമ്പനിക്കാരും ഇവർക്കെതിരെയായിട്ടുള്ള കേസ് എടുക്കുന്നുണ്ട്, ഇവര് മാത്രമാണ് കേസുകളൊന്നും എടുക്കാത്തത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കേസിനെ പറ്റി അറിയാനായിട്ട് ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ശരിക്കും നിങ്ങള് ജനങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിച്ച് തന്നെയായിരുന്നോ ഈ പൈസയൊക്കെ മേടിച്ചത് എന്ന് ചോദിക്കുക. എന്നാൽ ലാൻ അതിന് മറുപടി പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ആൾക്കാരെ പറ്റിക്കണമെന്ന് കരുതിയിരുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ്. പക്ഷെ ഫോറിനിരിക്കുന്ന അയാള് ഇതിനെപ്പറ്റി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോ അയാള് നിങ്ങളുടെ പേരിൽ എല്ലാ കേസ് വിട്ട് മുങ്ങാനുള്ള പ്ലാൻ എല്ലാം ചോദിക്കുക. ലാൻ ഇതൊന്നും സമ്മതിക്കുന്നില്ല. എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരാളല്ല, ഞാൻ കുറച്ചു മുമ്പേ കൂടെ എന്റെ മകനോട് സംസാരിച്ചതെന്ന് പറയാം. നിങ്ങൾ മകനോട് സംസാരിച്ചു അല്ലേ, അപ്പൊ പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ക്രിമിനൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ലോയേഴ്സിനോട് ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പൊട്ടുവാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ അതേപോലെ തിരിച്ചു കൊടുക്കുക. ഇനി ഒരു പക്ഷേ അവരുടെ കയ്യിൽ ആ പൈസ ഇല്ല എങ്കിൽ ആ കമ്പനി ഉടമകള് അവരുടെ സ്വത്തുവകകളെല്ലാം വിറ്റൊഴിച്ച് ജനങ്ങൾക്ക് ആ പൈസ തിരികെ നൽകണം. ഇതിപ്പോ പ്രശ്നം വന്നിരിക്കുന്നത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എന്ത് നഷ്ടം വന്നാലും മ്യൂച്വൽ ആയിട്ട് തന്നെയായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. രണ്ടുപേരും അവരവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റഴിച്ച് ആളുകളുടെ എല്ലാം പൈസ കൊടുക്കുക എന്നല്ലാതെ വേറൊരു മാർഗവും ഇല്ലെന്ന് പറയാം. മൊത്തം സ്വത്തും വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ മകൻ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് ലാൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഡംപിങ് ആണ് ആന്റി, ഒന്ന് സമാധാനപ്പെടെ, എന്തേലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ പറ്റില്ലല്ലോ, വേറെ എന്തേലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ, ലിഡായി പറയാന്ന് പറഞ്ഞ് ലിഡായോട് ഇതിനെപ്പറ്റി പറയാം. ഈ ഒരു സ്വത്തൊക്കെ പോവണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാൻ പറയാണ്. ഈ ഒരു കാര്യം കേട്ടതും ലാൻ കുറച്ചുകൂടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാനോ, അത് ഒരിക്കലും നടക്കില്ല, അദ്ദേഹം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്ന ലാൻ സമാധാനിപ്പിച്ച് ഡംപിനാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ക്രിമിനൽ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇതൊരു ക്രിമിനൽ കേസാണ്, പക്ഷെ ഫാമിലി ലോയേഴ്സ് ആയിട്ടുള്ള ലിഡായ്ക്കും ക്വിൻഷിക്കും ഈ കേസ് പോയേക്കുന്നത്. അവരുടെ ഒരു ലക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ ടീസ് ചെയ്തോണ്ടിരിക്കുക. ഉടനെ ഇവരും എന്തിപ്പം ഞങ്ങളുടെ കയ്യിൽ വന്നില്ലേ, എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, അതുവരെ അഡ്വൈസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ നോസ് കട്ട് ചെയ്ത് അവർ രണ്ടും പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും ലാനന്റെ ഹസ്ബൻഡ് ആണ് ഇതെല്ലാം നടത്തിയത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചാലും അവരവരുടെ റൂമിൽ വന്നപ്പോ രണ്ടുപേരുടെയും തനി രൂപം കാണിച്ചു.
കാണിച്ചു. രണ്ടുപേരെ അസിസ്റ്റൻസിനെ വിളിച്ച് രഹസ്യമായിട്ട് ലാനിന്റെ ഹസ്ബൻഡിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. വൂഫേനെ റൂമിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോ ക്വിൻഷി ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ക്വിൻഷിയുടെ അടുത്ത് ബോസ് ഈ ഒരു കേസിൽ ഇടപെടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അവക്ക് മനസ്സിലായില്ല. അവിടെ സിംഗട്ടാക്കി ഇവിടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ശരിക്കും എന്റെ അമ്മയുടെ വായ ലോക്കായിരാ. 3 മാസത്തേക്ക് മാരേജിനെ പറ്റി സംസാരിക്കുക വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ആ ഒരു ടോപ്പിക്ക് അമ്മ സംസാരിക്കില്ല എന്ന് പറയാ. കൂട്ടുകാരനോടനെ എങ്ങനെയൊക്കെയോ അമ്മയുടെ വാ അടുപ്പിച്ചു. ഇനി നിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താ? അവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണോ അത് പുതിയ അപ്പാർട്ട്മെന്റ് നോക്കാനാണോ എന്ന് ചോദിക്കുക. പുതിയത് എന്തായാലും നോക്കൂ. പെട്ടെന്ന് തന്നെ ക്വിൻഷിക്ക് ശല്യമാവാതെ ഇവിടുന്ന് പോണെന്ന് പറയാ. ഉടനെ കൂട്ടുകാരനും നീ നിന്റെ അമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇടപഴകി കേൾക്കുന്ന പെണ്ണ് ചിലപ്പോ ക്വിൻഷി ആയിരിക്കും. എങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ സ്ഥിരമാക്കിക്കൂടെ? എന്തിനാ ഈ പോവാനായിട്ട് ധൃതി പിടിക്കുന്നതെന്ന് ചോദിക്കാം. ഹീറോ ഉടനെ ക്വിൻഷി ഒന്നും അല്ല രണ്ടാമത്തെ പെണ്ണ്. ആദ്യത്തേത് അമ്മ, രണ്ടാമത്തത് എന്റെ ആമ, അത് കഴിഞ്ഞിട്ടാണ് ക്വിൻഷി എന്ന് പറയാ. കൂട്ടുകാരൻ ഇത് മൂന്നും കേട്ടിട്ട് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പറ്റി ഇതിനിടയ്ക്ക് നീ മെൻഷൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ മൂഡ് അപ്സെറ്റ് ആക്കി. അത് കേട്ട ഉടനെ ഒന്നും മിണ്ടാതെ അവിടെ എഴുന്നേറ്റ് പോവാണ് ഹീറോ. ഇവിടെ ലിഡായിക്കാണെങ്കിൽ എങ്ങനെ പോയാലും ക്വിൻഷിക്കായിരുന്നു ബോസ് ഈ ഒരു കേസ് കൊടുക്കേണ്ടത്. എന്നാൽ അതിന്റെ അകത്ത് ഇവളോട് ഇൻവോൾവ് ആവണ്ടെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്നൊരു സംശയം എന്ന് പറയാം. ഉടനെ ചായും അതെന്താ ഇത്ര ചിന്തിക്കാനായിട്ട്? ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസല്ലേ? ബോസിന് ക്വിൻഷി ഒരു മോളെ പോലെയാ. അതുകൊണ്ട് പുള്ളിക്കാരി കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിനക്ക് ഈ കേസ് തന്നത്. അതിലിത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ലിഡാനെ കൂടുതൽ കൺഫ്യൂസ് ആക്കി. ടേ ഇവിടെ എങ്ങനെ ലാനിന്റെ പ്രോപ്പർട്ടീസ് സീല് ചെയ്യാം എന്നുള്ള ഗവേഷണത്തിലാണ്. അവിടേക്ക് വൂഫേ വരുന്നുണ്ട്. എന്താ ടേ നിന്നെ കാണാൻ കൂടിയില്ലല്ലോ? നമ്മൾ തമ്മിൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി. വാ നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞ് ടേനെ അവിടുന്ന് വിളിച്ചോണ്ട് പോവാ. അതേ സമയത്താണ് ഇവിടെ ഹീറോയും ക്വിൻഷിയും ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. ക്വിൻഷി ആണെങ്കിൽ ഒരുപാട് മീറ്റൊക്കെ എടുത്തിടും. അതെല്ലാം തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ അകത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നീ ഒരുപാട് വണ്ണം വെക്കും, ഇൻഫെക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കുക. ഉടനെ ക്വിൻഷിയും നീ വേറെ പർച്ചേസ് ചെയ്യ്, ഞാൻ വേറെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടാളും രണ്ടായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ടേയുടെ അടുത്ത് വൂഫേ ആ കേസിനെ പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. കുറെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ലാനിന്റെ ഹസ്ബൻഡിന്റെ കയ്യിലും ലാനിന്റെ കയ്യിലും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം സീല് ചെയ്ത് അത്യാവശ്യം ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കാനുള്ള പ്ലാനിലാണ് ഞാനെന്ന് പറയാം. ഇവിടെ ഓപ്പോസിറ്റ് ക്വിൻഷി ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് ലാനിന്റെ കയ്യിലൊക്കെയുള്ള പൈസ വെച്ച് ഈ കട ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പോവാതെ നോക്കണമെന്ന് പറഞ്ഞ് അവരവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൂഫേ ഓവറായിട്ട് ടേയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന കേട്ടപ്പോഴേ ടേക്ക് സംശയം തോന്നി. എന്താ ഈ കേസിനെ പറ്റി ഓവറായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. വൂഫേ ഉടനെ ഒന്നുമില്ല 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 എന്ന് റിപ്പീറ്റ് അടിച്ച് ഒന്നുമില്ല പറഞ്ഞോണ്ടിരിക്കുക. വൂഫേക്ക് എന്തെങ്കിലും ഒരു കാര്യം നോണ പറഞ്ഞ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതും പറഞ്ഞ് ടേ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്വിൻഷിനെ മീറ്റ് ചെയ്യുന്നത്. വൂഫേക്ക് ഇവരെ തമ്മിലുള്ള ഹിസ്റ്ററി ഒന്നും അറിയില്ലല്ലോ. വൂഫേ അവളുടെ മേഡത്തിനെ കണ്ട എക്സൈറ്റ്മെന്റില് അവരെ വിളിച്ചുകൊണ്ട് കോഫി കുടിക്കാനായിട്ട് വന്നിരിക്കുക. ക്വിൻഷിക്കും ടേയ്ക്കും തീരെ താല്പര്യമില്ല. വൂഫേ ക്വിൻഷിയുടെ അടുത്ത് സോറി മാം, ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയാതിരുന്നതിന് സോറി എന്ന് പറയാം. ക്വിൻഷി ഉടനെ ഇതാണല്ലോ നിന്റെ ബോയ് ഫ്രണ്ട്, അപ്പൊ പിന്നെ എന്തായാലും നീ ഒരു വലിയ ഫാമിലിയിലുള്ളതായിരിക്കുമല്ലോ, നിന്റെ അച്ഛനൊക്കെ സൂപ്പർ റിച്ച് ആയിരിക്കുമല്ലോ എന്ന് ചോദിക്കുക. ഉടനെ വൂഫയും ഞാൻ കുറച്ച് വലിയ വീട്ടിലെ തന്നെയാണ്, പക്ഷെ അതിനെപ്പറ്റി മാം ആരോടും പറയരുത്, അത് ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുമെന്ന് പറയാം. ഉടനെ ക്വിൻഷിയും എന്റെ അച്ഛനൊക്കെ വലിയ ആളാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പറഞ്ഞതെന്നറിയോ, നീ എന്തിനത് രഹസ്യമായിട്ട് വെക്കണമെന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങളുടെ മാരേജ് എപ്പോഴാന്ന് ചോദിച്ചാ ഈ ഇയർ ലാസ്റ്റ് കാണുമെന്ന് പറയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ടേ വേറൊരു ലോകത്തായിരുന്നു. ടേ ഇതിനു മുമ്പേ ക്വിൻഷിക്ക് കുക്ക് ചെയ്ത് കൊടുത്ത കാര്യമൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ്. വൂഫെ പെട്ടെന്ന് തട്ടിയിട്ട് എന്താന്ന് പറയാത്തെ, എന്തോർത്തിരിക്കാന്നൊക്കെ ചോദിച്ച് വൂഫെ ക്വിൻഷിനെ മാരേജിന് ഇൻവൈറ്റ് ചെയ്യാണ്. ഉടനെ ടേ ആണെങ്കിൽ അതൊന്നും വേണ്ട, മാമിന് ഒരുപാട് തിരക്ക് കാണും, നമ്മൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്റെ മാരേജിന് ഒരുപാട് പേര് വരുന്നതും എനിക്ക് ഇഷ്ടമില്ല, തിരക്കുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. ഉടനെ ക്വിൻഷിയും ഓക്കെ ഞങ്ങൾക്കും വരണമെന്ന് താല്പര്യമൊന്നുമില്ല, എന്താണേലും ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് വാ ഹണി എന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചിട്ട് പോവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് വൂഫയോടെ. എന്തിനാ ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാതെ. അവിടുന്ന് പൊക്കോണ്ടിരിക്കുന്ന ക്വിൻഷി കാർ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. ഇത് കണ്ടിട്ട് ഹീറോ ക്വിൻഷി ഇറ്റ്സ് ഓക്കെ, ഇത് നീ മൂവ് ഓൺ ആയേ പറ്റുള്ളൂ, നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കണ്ട അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അവർക്ക് മാരേജ് ആവാറായി, സോ നീ അതിന്റെ അകത്തുനിന്നോ എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ആവണമെന്ന് പറയാം. ഇതൊന്നും അല്ലായിരുന്നു ക്വിൻഷിയുടെ മൈൻഡില്. എന്തായാലും ലാനിനെതിരെയുള്ള കേസായിരിക്കും ടേ വാദിക്കുന്നതല്ലെന്ന് ചോദിക്കുക. ഉടനെ ഹീറോയും അപ്പൊ നീ ഇതിനെ പറ്റിയായിരുന്നു ഇത്ര നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ശരിക്കും ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത റോബോട്ട് തന്നെ നീ എന്ന് പറയാ. അവരങ്ങനെ സംസാരിച്ചോണ്ട് വീട്ടിലേക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ലാനിന്റെ അടുത്തേക്ക് ഡംകിൻ വന്ന ലാൻ കിടന്നിരുന്നിടത്ത് വെറും തലകണ മാത്രമേ ഉള്ളൂ. ലാൻ എസ്കേപ്പ് ആയിരിക്കുന്നു. അത് കണ്ടതും ഡംകിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ ബോസിനെയും ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഹസ്ബൻഡും ലാനിന്റെ പാസ്പോർട്ട് അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയാ. അത് ചെക്ക് ചെയ്താ പാസ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ലാൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്, നമുക്ക് എന്തായാലും അവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ലിഡാനെ കോൾ ചെയ്യാണ്.
പറയാണ്, ലിഡായി എമർജൻസി ആയിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വിശ്വാസമുള്ള ആരെങ്കിലും കൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ് ബോസ് വിളിക്കുകയാണ്. ഉടനെ ലിഡായി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ക്വിൻഷിനെയും ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ളത് കൊണ്ട് ലിഡായി നേരെ ക്വിൻഷിനെ വിളിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.